അങ്ങനെ മുഖം മുഴുവനും ഇങ്ങനെ മത്തങ്ങ പോലെ വീർത്തിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടി, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ബിക്കോസ് നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എൻ്റെ പൊന്നെ എനിക്കുണ്ടായ ടെൻഷൻ എന്താണെന്ന് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെ ഞാൻ എറണാകുളത്തെ, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഒരു ഐ ഹോസ്പിറ്റലിൽ പോയാൽ പോരെയെന്ന്. പക്ഷേ ആക്ച്വലി എനിക്ക് അന്നത്തെ ദിവസം 1-2 കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു ഐ ഹോസ്പിറ്റൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള സ്ഥലത്തല്ല പോയത്, ഒരു ജനറൽ ഹോസ്പിറ്റലിലാണ് പോയത്. അങ്ങനെ ആകെ ടെൻഷനായി, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ തീരുമാനമായി. അതുവരെ ഭയങ്കര ചില്ലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന എൻ്റെ ഭർത്താവിനും മൊത്തത്തിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ഐ ഡോക്ടറെ കണ്ടു. അപ്പോൾ പുള്ളി ഇത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇതിനൊരു പ്രശ്നമില്ല, ഇത് അടുത്ത ദിവസത്തേക്ക് മാറും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് അടുത്ത ദിവസം ഒരു ഫംഗ്ഷനുണ്ട്, എനിക്കതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഭയങ്കര കൂളായിട്ട്, അടുത്ത ദിവസം എത്ര മണിക്കാണ് ഫംഗ്ഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ 9:30. ഓ യാ യു ക്യാൻ ഫ്രീലി ഗോ ദെയർ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നു. ഡോക്ടർ തന്ന കുറച്ച് ഐ ഡ്രോപ്സും മെഡിസിൻസും ഒക്കെ കഴിച്ച് ചില്ല് ചെയ്തിരിക്കുന്നു. വൈകുന്നേരം ആകുന്നു, ഇതിനൊരു കുറവും കാണുന്നില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കുക. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഉണ്ടായ അവസ്ഥ എന്ന് പറയുന്നത് അതിലും ഭീകരം. അത്രയും ദിവസം എനിക്ക് പകുതിയെങ്കിലും കണ്ണ് കാണാമായിരുന്നു, പകുതിയെങ്കിലും കണ്ണ് തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ആയതോടുകൂടി കണ്ണ് മുഴുവനായിട്ട് അടഞ്ഞു പോയി. കണ്ണിന് ചുറ്റും ഭയങ്കര നീര്. എനിക്കാണെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റാഞ്ഞിട്ട് നമുക്കുണ്ടാവുന്നൊരു ഇറിറ്റേഷൻ ഇല്ലേ, ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അത്രമാത്രം ഇറിറ്റേഷനും പ്രശ്നങ്ങളും.